ജിസേലിന്റെ ജയിലിലേക്കുള്ള പട്ടാഭിഷേകം ലൈവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജിസേലിന്റെ ഈ ഒരു പട്ടാഭിഷേകം കാണുമ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, നമ്മൾ കണ്ട ആ ഒരു പ്രൊമോ വീഡിയോ ഉണ്ടല്ലോ, ജയിലിൽ അവർ കിടന്ന് അനുഭവിക്കുന്ന വീഡിയോ, അതെന്തുകൊണ്ട് നന്നായി എന്ന്. അതൊരു നന്മമരം കളിയായിട്ടായിരുന്നില്ല ഞാൻ തൊട്ട് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അത്രയും വിഷമത്തോടെയൊക്കെ പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോ ജിസേലിന് കിട്ടേണ്ട ഒരു ശിക്ഷയൊക്കെ വേണം. ശരി, ഒനിലിന് നല്ല ശിക്ഷ വേണം. പക്ഷെ ഇത്രയും ഒക്കെ എന്തൊക്കെയോ ഭയങ്കര നെഗറ്റീവ് ആക്കി വലിയൊരു ശിക്ഷയൊക്കെ കൊടുത്ത് വീണ്ടും ഈ സഹതാപം ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഒന്നാമതോ ഈ പട്ടാഭിഷേകം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് അനുമോൾ ഒരു ഡയലോഗും ഒരു കൗണ്ടറും അവിടെ അടിക്കുന്നുണ്ട്. സംഭവം ലൈവിൽ ഇപ്പോൾ സംഭവിച്ച കാര്യത്തിലേക്ക് വരാം. ജയിൽ യൂണിഫോം എല്ലാം കിട്ടി. ഒനിയിലും ജിസേലും കൂടെ ജയിൽ യൂണിഫോം ഒക്കെ ഇടുകയാണ്. അപ്പോൾ ജയിൽ യൂണിഫോമിനകത്ത് വരെ മോഡേൺ ഒക്കെ കണ്ടെത്തി ജയിൽ അതൊന്ന് യൂണിഫോം ഒക്കെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി. പക്ഷെ ഒരു കിറ്റിനകത്ത് നിറയെ ജിസേൽ കൊണ്ടുപോകാൻ പോകുന്ന ടിഷ്യൂ പേപ്പറും പൗഡർ, ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞതും, പിന്നെ ലിപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള ലിപ് ബാമും, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചേർന്ന ഒരു പാക്കറ്റും ഉണ്ട്. പിന്നെ അതുപോലെ ബ്ലാങ്കറ്റ്, കൊണ്ടുപോകാനുള്ള ബ്ലാങ്കറ്റും എടുത്തു വെക്കുകയാണ്. എന്നിട്ട് പിന്നൊന്ന് ഒരുങ്ങുന്നുണ്ട്. ഈവൻ ജിസേല് ഇത് ഒരുങ്ങാനായിട്ട് പോകുമ്പോൾ പോലും പറയുന്ന കാര്യം ആര്യൻ്റെ അടുത്ത് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ തമാശയ്ക്ക് വളരെ നല്ലൊരു ക്യാപ്റ്റൻ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ക്യാപ്റ്റൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തമാശകളൊക്കെ പറഞ്ഞ് അവരങ്ങനെ വരികയാണ്. പക്ഷെ കൂടെ നിന്ന് ആനയിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ്, അതുപോലെ അബി ആണെങ്കിൽ ആ ബ്ലാങ്കറ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അക്ബർ, അവരെല്ലാവരും കൂടെ ലൈക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ജിസേലിനെ ഈ ഒരു ജയിലിലേക്ക് വിടാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആണുങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിഷ്പക്ഷരാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജിസേലിനെതിരെ നെവിനും ആര്യനും ഒക്കെ വോട്ട് ചെയ്തത്. അതെനിക്ക് ഈ ഒരു പട്ടാഭിഷേകം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുമ്പം അവസാനമായിട്ട് ഈവൻ ഇന്നേഴ്സ് ഇടാൻ പോലും പബ്ലിക്കായിട്ട് അത് എടുത്തുകൊണ്ട് പോയി ജിസേല് ഞാൻ അടിയിലൊക്കെ ഇട്ടിട്ട് വരട്ടെ, അവിടെ കൊതുക് കുത്തും, അത് കുത്തും, ഇത് കുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി അക്ബറൊക്കെ ആണെങ്കിൽ, അക്ബറല്ല, ഓൾറെഡി ഷാനവാസും ആര്യനും നെവിനും എല്ലാം കൂടെ അതിനകത്ത് എലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡ് ആണ്. ശരിക്കും ജിസേൽ കാണിക്കുന്നത് ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡാണ്. പിന്നെ ജിസേലിന് 35 വയസ്സാണോ 28 വയസ്സാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. വിക്കിപീഡിയയിൽ മാത്രമാണ് 28 വയസ്സ്. പക്ഷേ ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ 25 വയസ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ 35 വയസ്സാണ്. അപ്പോൾ ഏകദേശം ഈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അനുമോളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അനുമോളും അതുപോലെ തന്നെ റെന ഫാത്തിമ ഉൾപ്പെടെ കുറേ സ്ത്രീകളെല്ലാം അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ആനയിക്കാൻ ആണുങ്ങൾ മാത്രമേ ഉള്ളല്ലേ എന്നിങ്ങനെ അനുമോൾ അവിടെ നിന്ന് കൗണ്ടർ ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് പ്രത്യേകിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അതിനകത്ത് ഉണ്ടായില്ലെങ്കിലും വീണ്ടും ഈ പറയുന്ന ബ്ലാങ്കറ്റും അതിൻ്റെ ഒരു കിറ്റും എല്ലാം കൂടെ ആയിട്ട് ജിസേല് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെ ജയിലിലേക്ക് കയറുകയാണ്. ഒനിയിലും ഒപ്പം ഉണ്ട്. അപ്പൊ ആര്യൻ രണ്ടുപേരെയും ജയിലിലേക്ക് ആനയിച്ച് അകത്തേക്ക് കയറ്റാൻ നേരത്ത് തമാശ രൂപേണ തള്ളിയിടാനൊക്കെ ജയിലിലേക്ക് തള്ളിയിടുന്ന കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തമാശ വേണ്ട എന്നിങ്ങനെ അനുമോള് വീണ്ടും ആര്യനോട് പറയുകയാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തമാശയൊന്നും വേണ്ട എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്തായാലും ജയിലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ജിസേല് നിയമം ലംഘിച്ചു എന്നുള്ളത് പിന്നെയും പ്രൂവ് ചെയ്യുകയാണ്. പിന്നെ ഈ ജയിലിലേക്ക് പോയത് അതൊരു വലിയ ഫണ്ണാണ്. പക്ഷെ അതിനകത്ത് ബിഗ് ബോസ് വെച്ചിരിക്കുന്നത് നല്ല 8ന്റെ അല്ല, നല്ല 12ന്റെ പണിയാണ്. അതെന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എപ്പിസോഡിൽ ഈ പറയുന്ന ലൈവിന് മുന്നേ തന്നെ നമുക്ക് എപ്പിസോഡിൽ ജയിൽ പണിഷ്മെന്റ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ലൈവിൽ വരാനുള്ള സാധ്യത. ഏതായാലും നമുക്ക് മാക്സിമം വേഗത്തിൽ നമുക്ക് ആ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.